കഴകം ജോലികൾക്ക് നിയമിച്ച ഈഴവ സമുദായത്തിൽപ്പെട്ട ആളെ കൂടൽമാണിക്യം ക്ഷേത്രം മാറ്റി നിർത്തിയെന്ന പരാതി കേരളം ചർച്ച ചെയ്യുകയാണ്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അഭിമുഖം നടത്തി യോഗ്യത കണ്ടെത്തി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഓഫീസ് ജോലി ചെയ്താൽ മതിയെന്ന നിർദ്ദേശം വന്നത്. ക്ഷേത്ര നിയമനങ്ങളിൽ അയിത്തം ആചരിക്കുന്നത് കുറ്റകരമാണെന്ന സുപ്രീം കോടതിയുടെ വിധിയുണ്ടായിട്ടും ദേവസ്വം ബോർഡിന്റെ ഈ നടപടി നിയമപോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. വെള്ളാപ്പള്ളി നരേശനും സ്വാമി സച്ചിദാനന്ദയും അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നു. ഇതിനിടെ കാരായ്മ വ്യവസ്ഥയെ ലംഘിച്ച് 5 വർഷമായി കഴകപ്രവർത്തി ചെയ്തിരുന്ന ആളെ മാറ്റിയ ദേവസ്വം ബോർഡാണ് കുറ്റക്കാരനാണ് തന്ത്രി പ്രതിനിധി ആരോപിക്കുന്നത്. ക്ഷേത്രാചാരങ്ങളും നിയമനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ നടക്കുന്നതിനിടെയാണ് പുതിയ ഒന്ന് കടന്നു വരുന്നത്. ഇത്തരം വിവാദങ്ങൾ എന്ത് തരത്തിലാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുക എന്ന വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ക്ഷേത്രമെന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ വലിയൊരു കൂട്ടായ്മയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മ കൂടിയാണ്. കാരണം ഇത് ഈ വിശ്വാസപരമായ ഇടപെടലുകൾ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഓരോ ക്ഷേത്രങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയും കൃത്യമായ കൂട്ടായ്മ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നത്, വിവാദത്തിലേക്ക് പോകുന്നത് നിയന്ത്രിക്കേണ്ടതിൻ്റെ ബാധ്യത സർക്കാരിനുമുണ്ട്, ദേവസ്വം ബോർഡുകൾക്കുമുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം.